എല്ലാവർക്കും ഡയറക്ഷൻ ഈ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഫുട്ബോൾ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1916 അർജൻറ്റീനയിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ആദ്യമായിട്ട് അരങ്ങേറുന്നത്. അപ്പോൾ 1916 അർജൻറ്റീനയിൽ വെച്ചിട്ടാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ആദ്യമായിട്ട് അരങ്ങേറുന്നത്. ആദ്യകാലത്ത് കോപ്പ അമേരിക്ക ഫുട്ബോൾ എന്ന് അല്ലായിരുന്നു ഇതിൻ്റെ പേര് സൗത്ത് അമേരിക്കൻ നാഷണൽ ടീം കോമ്പറ്റീഷൻ എന്ന പേരിലാണ്. ഏത് പേര്? സൗത്ത് അമേരിക്കൻ നാഷണൽ ടീം കോമ്പറ്റീഷൻ എന്ന പേരിലായിരുന്നു കോപ്പ അമേരിക്കയുടെ ആദ്യത്തെ പേര്. ഇനി കോപ്പ അമേരിക്ക എന്ന പേര് ലഭിച്ചത് 1975 കോപ്പ അമേരിക്ക എന്ന പേര് ലഭിച്ചത് 1975 ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ഉറുഗ്വേയും അർജൻറ്റീനയുമാണ്. രണ്ട് ടീമുകളാണ് ഏറ്റവും കൂടുതൽ കിരീടം നേടിയത്, ഉറുഗ്വേ ടീമും അർജൻറ്റീന ടീമും. 15 തവണയാണ് ഇവർ രണ്ടുപേരും നേടിയത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ഉറുഗ്വേയും അർജൻറ്റീനയുമാണ്, 15 പ്രാവശ്യമാണ്. ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്നുള്ളൊരു പേരുള്ളത് കളിയാണ് ഏത്? കോപ്പ അമേരിക്ക ഫുട്ബോൾ. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഏതെന്ന് പറയുന്നത്? കോപ്പ അമേരിക്ക ഫുട്ബോൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയുടെ വൻകരയിൽ നിന്നും ആദ്യമായിട്ട് കോപ്പ അമേരിക്ക നടന്നത് 2016 തെക്കേ അമേരിക്കയുടെ പുറത്ത് ആദ്യമായിട്ട് കോപ്പ അമേരിക്ക നടന്നത് 2016 അപ്പോൾ ഇത്രയും നമുക്കൊന്നും കൂടെ പറയാം. കോപ്പ അമേരിക്ക ആരംഭിച്ചത് 1916 അർജൻറ്റീനയിലാണ്. ആദ്യകാലത്ത് ഇതിൻ്റെ പേര് സൗത്ത് അമേരിക്കൻ നാഷണൽ ടീം കോമ്പറ്റീഷൻ എന്നതായിരുന്നു. കോപ്പ അമേരിക്ക എന്ന പേര് ലഭിച്ചത് 1975 നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമുകളാണ് ഉറുഗ്വേയും അർജൻറ്റീനയും, 15 പ്രാവശ്യമാണ്. ഏറ്റവും പഴക്കമുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഏത് ടൂർണമെൻ്റ് എന്ന് പറയുന്നത്? കോപ്പ അമേരിക്ക ഫുട്ബോൾ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കൻ വൻകരയിൽ നിന്നും ആദ്യമായിട്ട് തെക്കേ അമേരിക്കൻ വൻകരയ്ക്ക് പുറത്ത് നടത്തിയ മത്സരമാണ് 2016 നടന്നത്. 2021 വിജയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജൻറ്റീനയാണ്. 2021 വിജയി അർജൻറ്റീനയാണ്. ഫൈനൽ നടന്നത് ബ്രസീലിലെ മാറക്കാന എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഫൈനൽ നടന്നത്. ബ്രസീലിലെ മാറക്കാന എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് മത്സരം നടന്നത്. വിജയ ഗോൾ നേടിയത് ഏഞ്ചൽ ഡി മരിയയാണ്. വിജയ ഗോൾ 2021 നേടിയത് ഏഞ്ചൽ ഡി മരിയയാണ്. 2021 താരം അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സിയാണ്. 2021 താരം അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ പറയുന്നു. 2021 വിജയി അർജൻറ്റീനയാണ്. ഫൈനൽ നടന്നത് ബ്രസീലിലെ മാറക്കാന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വിജയ ഗോൾ 2021 നേടിയത് ഏഞ്ചൽ ഡി മരിയയാണ്. 2021 താരം ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.